ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനൽ മോണിറ്റൈസേഷൻ ആയത് ക്യാൻസലായെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ചാനൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ചാനലിലുണ്ടായ മിസ്റ്റേക്ക് എന്താണെന്നുള്ള കാര്യം. നമുക്ക് ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് അതിലൂടെ തന്നെ, അതായത് ആ ചെയ്ത മിസ്റ്റേക്ക് പ്രോപ്പറായിട്ട് മിസ്റ്റേക്ക് ചെയ്താൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് ചാനൽ ഗ്രോ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. മിസ്റ്റേക്കിൽ നിന്ന് നമുക്കൊരു തിരിഞ്ഞു നോട്ടം, അത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ചെയ്ത ആ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യില്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോപ്പർ വേയിലേക്ക് ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്വന്തം ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കതിനകത്ത് നല്ലതുപോലെ സക്സസ്, നമുക്ക് ആരെയും പേടിക്കാതെ, നമുക്ക് ടെൻഷൻ ഇല്ലാതെ, കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം വേസ്റ്റ് ആകാതെ നമുക്കത് എപ്പോഴും പ്രയോജനമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു വേയിൽ തന്നെ അത് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വഴി വേറൊരു വ്യക്തിയുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്സ് നമുക്ക് റീമിക്സ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ് ഓൾറെഡി ഗ്രീൻ സ്ക്രീൻ ചെയ്യാനുള്ള കൊളാബ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസുകളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് ലോങ് വീഡിയോസായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, ഈ ട്രോൾ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ അവർ ഒരു വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട്, പലരുടെയും വീഡിയോ മൂവീസ്, അതിൻ്റെ ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ടൈം ഡ്യൂറേഷനുണ്ട്, ഒരു 15 to 30 സെക്കൻഡ് അത്രയൊക്കെ ഒരു ടൈം ഡ്യൂറേഷനുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നതിന് കാരണം എന്നുള്ളതും. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ത്രൂ ആയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ആ ഒരു കണ്ടൻറ്റ് അവർക്ക് വേറെ എടുത്ത് പോയി ചെയ്യാനോ അല്ലെങ്കിൽ സമയമൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് വേറെ വ്യക്തിയുടെ വീഡിയോസൊക്കെ അവർ ക്ലിപ്പിങ്സ് ആയിട്ട് ചെറിയ ചെറിയ പോർഷനായിട്ട് കട്ട് ചെയ്ത് അത് അവരുടെ ഓൺ ഐഡിയയിൽ, സ്വന്തമായ ഐഡിയ, അവിടെയും പറയുന്നുണ്ട് സ്വന്തമായിട്ടുള്ള ഐഡിയാസ് അതിനകത്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ആ വീഡിയോസ് അതേപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു ഐഡിയാസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സക്സസ് ആയി പോകാറുണ്ട്. ഒട്ടുമുക്കാലും വീഡിയോസ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും. അതിനകത്ത് അവർ ചെറിയൊരു പോർഷൻ ആ വീഡിയോ കട്ട് ചെയ്ത് അതിനുശേഷം അവരുടെ സ്വന്തം ഐഡിയാസ് ആയിട്ടുള്ള വോയിസ് ആയാലും വീഡിയോസ് ആയാലും വേറെ എന്തെങ്കിലും വീഡിയോ അറേഞ്ച് ചെയ്തായാലും അവർ ആഡ് ചെയ്ത് അതിനെ എന്ത് ചെയ്തു വേറെ അവരുടെ സ്വന്തം ശൈലിയിലേക്ക് മാറ്റാറുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ മോൾഡ് ചെയ്തെടുക്കണം. എന്നാലേ റീയൂസ്ഡ് കണ്ടൻറ്റ് നമുക്ക് യൂട്യൂബിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് നമുക്ക് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ പറ്റും, വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വീഡിയോസ് അതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചില ഒട്ടുമുക്കാലും വീഡിയോസിനകത്ത് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടാവും. വേറെ അവരുടെ മ്യൂസിക്കോ എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള വോയിസുകൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നാച്ചുറലായിട്ട് അവർക്കത് ഫീൽ ചെയ്യണം. യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു അൽഗോരിതമാണ്, ആരും ഇരുന്ന് ചെയ്യുന്നതല്ല. അപ്പോൾ അതിനകത്ത് ഓൾറെഡി അതെല്ലാം അസംബിൾഡ് ആണ്, ഇൻബിൽട്ടാണ്. ഇത്രയും കാര്യങ്ങൾ വേണം, ഇത്രയൊക്കെ ഉണ്ട്. അവരത് റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ചാനലിലുണ്ടാകുന്ന ഇഷ്യൂസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നോട്ടീസ് ചെയ്യുക. അതിന് ശേഷമാണ് ചാനൽ അങ്ങനെ അവർ ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനും അതുപോലെ മോണിറ്റൈസേഷൻ വന്നതൊക്കെ ക്യാൻസൽ ആകാനൊക്കെ കാരണം എന്ന് പറയുന്നത്. റീയൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ അവിടെ വീഡിയോ എടുക്കുക, അതിനുശേഷം അതിനെ എഡിറ്റ് ചെയ്യുക, അതിൻ്റെ വോയിസുകളെ മാറ്റുക, അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ ഓണായിട്ടുള്ള ഐഡിയാസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും മ്യൂസിക്കുകൾ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട്, മ്യൂസിക് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ, നമ്മുടെ തേർഡ് പാർട്ടി ആൾക്കാർക്ക് നമുക്ക് കുഴപ്പമില്ല നമ്മുടെ മ്യൂസിക്കുകൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പല ആപ്ലിക്കേഷൻസുകളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് മ്യൂസിക് കിട്ടുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് മ്യൂസിക്കുകൾ കിട്ടാറുണ്ട്, സൗണ്ട്സ് കിട്ടാറുണ്ട്, എഫക്ട്സുകൾ കിട്ടാറുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല സിനിമാറ്റിക് സ്റ്റൈലിൽ അടിപൊളി വീഡിയോസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ലഭ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് യൂട്യൂബിൽ നിന്ന് തന്നെ എങ്ങനെയാണ് മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുള്ളൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളത് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻറ്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാം. ഈ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടൻറ്റുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോപ്പിറൈറ്റോ അതുപോലെ കോപ്പി സ്ട്രൈക്കോ അതുപോലെ നിങ്ങളുടെ മോണിറ്റൈസേഷനായ ചാനലുകൾക്ക് അതിൻ്റെ ക്യാൻസലേഷനോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി അവർ യൂട്യൂബ് തന്നെ കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിസികൾ ഓൾറെഡി
കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പോളിസികളും ഓൾറെഡി നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വീഡിയോസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും പ്രയോജനമാകാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഗ്രോത്ത്. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.